എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 28 നവംബർ വ്യാഴാഴ്ചയാണ്. ഫ്ലാറ്റ് ടു സ്ലൈറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമുക്കിന്ന് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക. നമ്മുടെ മാർക്കറ്റിലുള്ള ഇന്നലത്തെ പോസിറ്റിവിറ്റിയെ ഫോളോ ചെയ്തുകൊണ്ടാണ് വീണ്ടും ഇന്ന് ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതുകൂടാതെ നെഗറ്റീവ് ന്യൂസ് കാരണം താഴോട്ട് പോയ അദാനി സ്റ്റോക്കുകളും ഇന്നലെ 10% പോസിറ്റീവ് ആവുകയുണ്ടായി. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരുന്നതോടുകൂടി അദാനിക്കെതിരെയുള്ള കേസുകളുടെ കാഠിന്യം കുറയുമെന്നുള്ള അദാനിയുടെ തന്നെ അറ്റോർണിയുടെ സംസാരവും, ഇൻഡിക്മെൻറ്റിൽ അദാനിയുടെയോ അതായത് ഗൗതം അദാനിയുടെയോ സാഗർ അദാനിയുടെയോ വിനീത് ജൈൻ്റെയോ ചാർജ് ഇല്ലാത്തതും അദാനി പോസിറ്റീവ് ആവാൻ കാരണമായി. ഇതിലൂടെ കേസിൻ്റെ മൊത്തത്തിലുള്ള പ്രാധാന്യം കുറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ്സ് വീണ്ടും പോസിറ്റീവിലായിരുന്നു. ഒരു ദിവസത്തെ ഡ്രോപ്പിന് ശേഷം ഇന്നലെ വീണ്ടും മാർക്കറ്റുകൾ പോസിറ്റീവ് ആവുകയുണ്ടായി. നിഫ്റ്റി 50 52.65 പോയിൻ്റ് ഉയർന്ന് 24,277-ലും BSE സെൻസെക്സ് 238.75 പോയിൻ്റ് ഉയർന്ന് 80,242-ലുമാണ് ക്ലോസ് ചെയ്തത്. HDFC ബാങ്കിലും അദാനി ഗ്രൂപ്പ് ഷെയർസിലും ഉണ്ടായ പോസിറ്റിവിറ്റിയാണ് നിഫ്റ്റിയെ പോസിറ്റീവ് ലെവലിൽ നിർത്താൻ കാരണമായ ടോപ്പ് കോൺട്രിബ്യൂഷൻസ്. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയ്യേഴ്സ് ആയിരുന്നെങ്കിൽ കൂടി വെറും 7.78 കോടിയുടെ ബൈയിങ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1032 കോടിക്ക് ബൈ ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ രൂപ 11 പൈസ താഴ്ന്ന് 84.45 രൂപ പെർ ഡോളറായി മാറുകയുണ്ടായി. US സ്റ്റോക്കുകളെ പ്രഷറൈസ് ചെയ്തത് വേൾഡിലെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനീസിലുണ്ടായ ഒരു സെൽ ഓഫ് ആണ്. അതേസമയം ഫെഡറൽ റിസർവ് വീണ്ടും റേറ്റ് കട്ട് കൊണ്ടുവരും എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസും ഇതിനൊപ്പം തന്നെയുണ്ട്. ബ്രെന്റ് ക്രൂഡ് 0.11% ഉയർന്ന് $72.89 പെർ ബാരലും ഗോൾഡ് 0.33% ഉയർന്ന് $2,643.4 പെർ ഔൺസിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കുമ്പോൾ ഹഡ്കോ, NBCC എന്നിവർ ചേർന്ന് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. നോയിഡയിലുള്ള ഒരു 10 ഏക്കർ ലാൻഡ് പാർസൽ 600 കോടി രൂപയ്ക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊജക്റ്റാണിത്. അടുത്ത KC ഇൻ്റർനാഷണൽ ആണ്. KC ഇൻ്റർനാഷണലിന് 1704 കോടിയുടെ ഒരു ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒരു ഓർഡറാണിത്. ഇതിലൂടെ KC ഇൻ്റർനാഷണലിൻ്റെ ടോട്ടൽ ഓർഡർ ഇൻടേക്ക് വർഷത്തെ 16,300 കോടിയായി മാറിയിട്ടുണ്ട്. അടുത്ത സൊണാറ്റോ സോഫ്റ്റ്വെയർ ആണ്. സൊണാറ്റോ സോഫ്റ്റ്വെയറിന് ഓസ്ട്രേലിയയിലെ ഒരു ഗ്ലോബൽ കമ്പനിയിൽ നിന്നും $multi-million മോഡേണൈസേഷൻ ഡീൽ ലഭിച്ചിട്ടുണ്ട്. അടുത്ത വാലി റിന്യൂവബിൾ ടെക്നോളജീസ് ആണ്. ഈ കമ്പനിക്ക് 1233 കോടിയുടെ ഒരു സോളാർ PV പ്രൊജക്റ്റിനുള്ള ടേം ഷീറ്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഫിലിപ്സ് PCBയിലാണ്. ഫിലിപ്സ് കാർബൺ ആണ്. ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് 166.6 ഏക്കറുള്ള ഒരു ലാൻഡ് കമ്പനിയുടെ കെമിക്കൽ യൂണിറ്റിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇവിടെ കമ്പനി ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3718 കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ. അവസാനമായി അശോക ബിൽഡ്കോൺ ആണ്. ഈ കമ്പനി മധ്യപ്രദേശ് പൂർവ്വ കേശിത വൈദ്യുതി വിധാനമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 193 കോടി രൂപ ബിഡ് പ്രൈസിലുള്ള പ്രൊജക്റ്റാണിത്. IPOയുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊന്നും തന്നെ ഇന്നില്ല. ഇന്ന് എക്സ് ഡിവിഡൻഡിലുള്ള കമ്പനികൾ ജന്ന ഓട്ടോ ഇൻഡസ്ട്രീസ്, ബെയർ കോപ്പ് സയൻസ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത് എന്നിവയാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ക്യൂ നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 0.38% ഉയർന്ന് 24,309-ലാണ്. 35 പോയിൻറ്റ് പ്രീമിയമാണുള്ളത്. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 22% ഡൗൺ ആണ്. നിഫ്റ്റി ഓപ്ഷൻസ് നവംബർ 28 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000-ലും മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000-ലുമാണ്. അദാനിയുടെ സ്റ്റോക്കുകൾ ഇനിയും പോസിറ്റിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഫോറിൻ ബൈയിങ് പോസിറ്റീവ് ആണെങ്കിൽ കൂടി അത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കില്ല. 7 കോടി രൂപയ്ക്ക് മാത്രമേ ബൈ നടത്തിയിട്ടുള്ളൂ എന്നുള്ളത് വളരെ ചെറിയ ഒരു ഫിഗറാണ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് മാർക്കറ്റിനെ ഇന്നലെ വളരെയധികം സഹായിക്കുകയുണ്ടായി. വീണ്ടും രണ്ടുപേരുടെ കയ്യിൽ നിന്നും ബൈയിങ് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രായേൽ ഹിസ്ബുള്ള ഇഷ്യൂയിലുണ്ടായ ഒരു സീസ് ഫയർ ഉടമ്പടി മാർക്കറ്റിനെ ഇനിയും പോസിറ്റീവിലായിട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റിൽ നിന്നുള്ള ഫണ്ട് ഔട്ട്ഫ്ലോയും നമുക്ക് പോസിറ്റീവ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.